ഇൻസ്റ്റൻ്റെ കമൻസിലൂടെ ഇങ്ങനെ ഓടിച്ചു പോയേനു. അന്നേരം ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്, നാദാ എഴുത്തുകാരിയാണോ? എന്നാൽ ഉമ്മാൻ്റെ കുറേ സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ. പോരട്ടെ എന്നാലും ഒരു ടയർ പത്തിലും സ്പെഷ്യലും. ഫ്രിഡ്ജിലാണേ 2 വായൻ്റെ ഇല ബാക്കിയും ഉണ്ടേനു. ഞാൻ ഇന്നലെ അട്ടിപ്പത്തിൽ ചുട്ടിക്കില്ലേ, അതിൻ്റെ ബാക്കി ഞാൻ എടുത്തേച്ചത് ഉണ്ടേനു. എന്നാൽ പിന്നെ ഇന്നത്തെ റെസിപ്പി നമുക്ക് ടയർ പത്തിലാക്കാം. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ലിവർ വരട്ടിയതും കൂടി ആയാലോ. എന്നാ ബാ. ഇതിന് വേണ്ടിയ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഒരു ബൗൾ കണക്കിന് ചെറിയുള്ളിയും, ഒരു 3-4 പച്ചമുളകും, ഒരു വലിയ സൈസ് തക്കാളിയും, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും. ഇതെല്ലാം അരിഞ്ഞിട്ടിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പത്തിലിനുള്ള അരി റെഡിയാക്കാം. ഇതിന് വേണ്ടത് പച്ചരിയും നല്ലരിയും കൂടി സമാസമം പൊടിപ്പിച്ച അരിപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിറബറിൻ്റെ അരിപ്പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതൊരു 3 കപ്പ് എടുക്കുക. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. എന്നിട്ട് നല്ല ചൂടുള്ള തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു ഫോർക്ക് വെച്ച് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മളെ കൈ യൂസ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. ആദ്യം ഫോർക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കൈക്ക് പണി കിട്ടും. കാരണം നമ്മൾ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി അത് കൈകൊണ്ട് നല്ലോണം കുഴച്ചിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പരുവത്തിലെത്തിയാൽ, ഏകദേശം ഇതേപോലെ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് സൈഡിൽ മാറ്റി വെക്കാം. ഇനിയാണ് മെയിൻ പരിപാടി, നമ്മളെ പത്തിൽ വരുത്തിയെടുക്കൽ. അതിന് വേണ്ടിയിട്ട് ഒരു ഇല എടുക്കുക, അതിൽ കുറച്ച് ഓയിൽ പുരട്ടുക. എന്നിട്ട് ഇതാ ബോൾ പോലെ അരിയാക്കിയിട്ട് കൈ കൊണ്ട് നല്ലോണം പരത്തി കൊടുക്കുക. അധികം പ്രസ് ചെയ്യാണ്ട് വേണം നമ്മൾ പരത്തി കൊടുക്കാൻ. എന്നിട്ട് അത് ഇതേപോലെ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ഇല കൂടി വെച്ചിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് സ്പെഷ്യൽ ലിവർ വരട്ടേൻ്റെ പരിപാടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം ലിവറാണ് എടുത്തത്. എന്നിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടണം. ഇനി നമ്മളിത് നല്ലോണം കഴുകിയെടുക്കണം. ലിവർ ആയതുകൊണ്ട് ബ്ലഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം കൈ കൊണ്ട് തിരുമ്മിയിട്ട് വേണം നമ്മൾ കഴുകിയെടുക്കാൻ. കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് നല്ലോണം ഊറ്റിയെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ലിവർ വരട്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മൺചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെക്കണം. ഇന്ത്യയിൽ മൺചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. ഇനി അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും, ഒരു ബഞ്ച് കറിവേപ്പിലയും, നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റിയ ചെറിയുള്ളിയും പച്ചമുളകും അതിലിട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വാടാൻ വെക്കാം. അത് വാടിക്കഴിഞ്ഞാൽ നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ഇല്ലേ, അതും കൂടി അതിലിട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് കിട്ടിയ തക്കാളി ഒന്ന് ഉടയാൻ കുറച്ച് പണിയുണ്ട്. ഇത് ജിമ്മിന് പോയിക്കോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവസാനം ഞാൻ ഇത് കുത്തി ഉടച്ചെടുത്തു. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മഞ്ഞളും, ഒരു 3-4 ടേബിൾ സ്പൂൺ പെപ്പറും, നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് പെപ്പർ ഇട്ട് കൊടുത്തു. ഇനി 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ലിവർ അതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. എനിക്ക് നല്ല സ്പൈസി ആയിട്ട് വേണ്ടിയുണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പെപ്പറും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാകത്തിനെല്ലാം ചൂടുവെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്തത്. ഇനി അത് മൂടി വെച്ച് നല്ലോണം വെള്ളം വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് കുറച്ചൊന്ന് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇത് വെന്തുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനൊരു കയ്യിലൊരു പീസ് എടുത്തിട്ട് ഞെക്കി നോക്കിയിട്ട് വെന്തുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തോ. എന്നിട്ട് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് നല്ലോണം ഇളക്കി പതിപ്പിച്ചൊന്ന് വറ്റിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തോ. അപ്പം നമ്മൾ ലിവർ വരട്ടി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ടയർ പത്തിൽ ഉണ്ടാക്കുന്ന നോക്കാം. ഇതിനും വേണ്ടത് മൺകല്ല് തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കിൽ എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാനാവും എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന. ഏറ്റവും നല്ലത് മൺകല്ല് തന്നെയാണ്. കാരണം അതിന് നല്ല ഗ്രിപ്പ് ഉണ്ടാവും. നമുക്ക് അപ്പുറം ഇപ്പുറം മറിച്ചിടുന്നേരം ഈ ഒരു ഗ്രിപ്പ് ഇല്ലെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര റിസ്ക്കാണ്. ഇനി നമുക്ക് ആ പത്തിൽ പാനിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കാം. 2 ഭാഗവും ഒന്ന് ചൂടായി വരുമ്പോൾ അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മേലത്തെ ഇല എടുത്തിട്ട് മാറ്റി കൊടുക്കാം. അതൊന്നും കൂടി പാകമായി വന്നാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് അടിയിൽ തലയും കൂടി ഒന്ന് മാറ്റി കൊടുക്കണം. ഇനി ഇതൊന്ന് ടയർ പോലെ ആയി വരാനും സൈഡൊന്ന് വേവാനും കൂടിയിട്ട് നമ്മൾ ഈ ടയർ ഉരുട്ടുന്ന പോലെ ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ പരിവം. പക്ഷേങ്കിലുണ്ടല്ലോ എനിക്ക് ഈ പാനിലായതുകൊണ്ട് ഭയങ്കര സ്ലിപ്പായി കളിച്ചുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മൺകല്ല് തന്നെ യൂസ് ചെയ്യണേ. അപ്പോൾ നമ്മൾ 10 ഏകദേശം റെഡിയായി. ഇനി ഇതൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ആ തേങ്ങയെ തന്നെ ഈ 10 നല്ലോണം തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് നല്ല സെറ്റാക്കി എടുക്കുക. എന്നിട്ട് അത് വാഴൻ്റെ ഇലയിൽ വെച്ചിട്ട് മൂടി വെക്കുക. വാഴൻ്റെ ഇലയിൽ കോട്ടൻ്റെ ഒരു തുണിയിൽ വെച്ചാൽ ഒന്നുകൂടി സോഫ്റ്റ് കിട്ടും. അപ്പം നമ്മൾ ടയർ പത്തിൽ റെഡിയായി. ഇനി നിങ്ങൾക്ക് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക ഇതേപോലെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി വെക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഫ്രം Koya's recipe.